പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് അല്ല മാളിൽ പോയപ്പോൾ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, കൂണ്. അത് വയ്ക്കാം. പിന്നെ കൂണ് റോസ്റ്റ് ചെയ്യാം. ഇന്നലെ ഷാജേട്ടൻ രാത്രി മീൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതപ്പം തന്നെ ഞാൻ വെട്ടി കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് വറുക്കുകയും ചെയ്യാം. ഒരു പെട്ടെന്നൊരു സിമ്പിളായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മോരുകറി സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെയാണ് ഫുഡ്. അപ്പോൾ കൂടെ വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് കെട്ടാൻ പറ്റുമോ നോക്കാം കേട്ടോ. പൊതിച്ചോറ് തിന്നാൻ കൊതിയാവണമെന്ന് കണ്ണൻകുട്ടി കുറേ പറയുന്നു. എനിക്കും ഞങ്ങളൊക്കെ കുറേ കഴിച്ചിട്ട് എനിക്കും കൊതിയുണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്കതൊക്കെ കൂട്ടിയിട്ട് കൂടെ കഴിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കണം. മഷ്റൂം ഒന്ന് റെഡിയാക്കണം. കഴുകി വെട്ടി വൃത്തിയാക്കട്ടെ. വെട്ടി വൃത്തിയാക്കല്ല, അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു വഴുപ്പുള്ള സാധനം ഉണ്ടല്ലോ, അതൊന്നും മെല്ലെ ഇങ്ങനെ പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പോരും. അങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ. കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വല്ല വിഷാംശമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മെല്ലെ ഇതിൻ്റെ മേലത്തെ ഈ തൊലി ഭാഗമൊക്കെ ഒന്നിങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഴുപ്പുണ്ടാവുമല്ലോ. മറ്റേത് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. ഇതൊരു വഴുവഴുപ്പ് വേണ്ടാന്ന്, അല്ലെങ്കിൽ ഓൾറെഡി ഇതിനൊരു വഴുപ്പുണ്ടാവും. അപ്പോൾ ഇതൊന്നിങ്ങനെ മെല്ലാക്കി കൊടുക്കുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചണ പോലെ ഇതിൻ്റെ മേലത്തെ സ്കിന്ന് നിന്നിങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് ഒരു 4 കഷ്ണമാക്കാം. ഇതിലിട്ടേക്കാം. ഇതിൻ്റെ ഈ എടുക്കുന്ന ഭാഗത്തും ഒന്നും ചെയ്യൊന്നും വേണ്ട. ഇത് മേലത്തെ ഭാഗം ഒന്ന് ഞാൻ മെല്ലെ അങ്ങോട്ട് ചെത്തി കൊടുത്തിട്ട് ഇതൊരു 2 കഷ്ണമാക്കി ഇടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കാം കേട്ടോ. ഇത് പിന്നെ കുറച്ചേ ഉള്ളൂ. നമുക്ക് മുന്നൊക്കെ പാടത്തുനിന്ന് ഇടി ഒക്കെ വെട്ടുമ്പോൾ ഷാജേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കൂണ് കിട്ടും. എന്നിട്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. പിന്നെ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു കൊതി, അപ്പം ഒന്ന് മേടിച്ചതാണ്. പിന്നെ നമുക്കിന്ന് സ്കൂളിൽ പോകണമെന്നുണ്ട്. പൂജുവിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ, അന്ന് വയ്യാണ്ടിരിക്കുകയായിരുന്നല്ലേ, ഹോസ്പിറ്റലായിട്ടൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് എനിക്ക് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം കണ്ടിട്ടായിരുന്നു തോന്നുന്നു മീറ്റിങ്, ആ ഒരു സമയത്താണ്. അപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വരാത്ത രക്ഷിതാക്കൾ പിന്നെ പിറ്റത്തെ ആഴ്ചയാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ വിളിച്ചപ്പോൾ മാഷിന് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ചയിലൊന്ന് പോകണം. ഇന്ന് ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് നേരം കിട്ടുകയാണെങ്കിൽ ഇന്ന് പോവാം, അല്ലെങ്കിൽ നമുക്ക് നാളെ പോവാം. ഞാൻ അവിടെയായിട്ടാണ് പഠിച്ചിട്ടുള്ളത്, 10 വരെ വളാഞ്ചേരി ഹൈസ്കൂളിൽ. അപ്പോൾ മോനിപ്പുറത്തും 9ാം ക്ലാസ്സിൽ അവനുണ്ട്. +1 +2 ഒക്കെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പറ്റുകയാണെങ്കിൽ അവിടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് നാളെയോ മറ്റൊന്ന് ഈ ആഴ്ചയിലെ ഞാനും പോകാൻ നോക്കാം. എനിക്കാണെങ്കിൽ ഒരു സുഖല്യായിക വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടിയിട്ടൊക്കെ അതിൻ്റെ ഇടയിലൊന്ന് കുളിക്കാനൊക്കെ നേരം വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ നിന്നപ്പോഴേ കുളിയുടെ ടൈമൊക്കെ തെറ്റിക്കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് നീരിറക്കത്തിൻ്റെ പ്രശ്നം വരും. പിന്നെ BP-യുടെ പ്രശ്നം ഇപ്പോഴും റെഡി ആയിട്ടില്ല. അതാ ഞാൻ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി മുക്കാലോളം പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൂ. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമ്മൾ അന്നാള് ദിവസം ഇവിടെ പരാഗിൽ പോയിട്ട് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുവരെ. എൻ്റെ മോളുടെയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. നമ്മൾ പുറത്തേക്ക് കൊടുക്കാറില്ല. സ്റ്റിച്ച് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ കണ്ട് പഠിച്ചിട്ടൊക്കെ മുന്നേയൊക്കെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. പിന്നെ പിന്നെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് പുറത്തൊന്നും വാങ്ങാറില്ല. അപ്പോഴേക്കും എനിക്ക് പുറത്ത് വളാഞ്ചേരി ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങോട്ട് വിട്ടു. നമ്മൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്, പുറത്ത് കൊടുക്കാറില്ല. എത്ര വയ്യെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഞാൻ രാത്രി നട്ടപാതിരയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും അത് ഓണത്തിനും വിഷുവിനും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ എടുക്കുമ്പോഴൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വില കുറഞ്ഞ് കിട്ടും. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടാറ് റേറ്റ് ആവും. പിന്നെ നമുക്ക് അറിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ വലിയ സ്റ്റിച്ചിങ് അറിയുന്നല്ല. ഇപ്പം ഞാൻ ഇട്ട ഡ്രസ്സ് ചുരിദാർ ഒരുവിധം സാരി വെട്ടിയിട്ട് ഞങ്ങൾ കുറേ ടോപ്പൊക്കെ ആക്കും. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങണ തുണികൾ വെച്ചിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ബ്ലൗസൊക്കെ സാരി ബ്ലൗസൊക്കെ ഈ സിമ്പിളായിട്ട് എനിക്ക് അത്ര വലിയ പണിയില്ല, വേഗം ചെയ്യും. ചുരിദാർ തുന്നും, പാവാടി ബ്ലൗസ്, പിന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും
സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ജെൻസിൻ്റെ അറിയില്ല, ലേഡീസിൻ്റെ ഒരു ഇതൊക്കെ ചെയ്യും. പുറത്ത് കൊടുക്കില്ല, മാക്സിമം പുറത്ത് കൊടുക്കില്ല. ഏട്ടൻ്റെ അനിയൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ ഒക്കെ ഞാൻ തന്നെ സ്റ്റിച്ച്, എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും നമ്മുടെയും എല്ലാവരുടെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. വർക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ വർക്ക് ചെയ്യണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങും ചെയ്യും. എന്നുവെച്ചാൽ അത്രയും റേറ്റാണ് പുറത്ത്. അവരെ പറഞ്ഞിട്ടും അങ്ങനെ സ്റ്റിച്ചിങ്ങുകാരെ പറയാൻ കേട്ടോ, അത് അവരുടെ വരുമാന മാർഗ്ഗമാണ്. അവർ ചെയ്യുന്ന കാര്യം ഇതിനും അതിൻ്റേതായിട്ടുള്ള കൂലിയും കാര്യങ്ങളും വേണം. സ്റ്റിച്ച് ചെയ്യണവർക്ക് ചിലപ്പോൾ അത്രയൊന്നും ക്യാഷ് കിട്ടാണ്ടാവില്ല. അതുകൊണ്ടല്ല, നമുക്ക് അറിയുമ്പോൾ പിന്നെ അതിന് വേറെ പുറത്ത് പൈസ കൊടുക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. ചിലപ്പോൾ റെഡിമെയ്ഡിൽ ആകെ 60 120 200 രൂപ ഉണ്ടാവുള്ളൂ. സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ വേണം. അപ്പോൾ ആ പൈസയ്ക്കും കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും തുണി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ആൾക്കും ഡ്രസ്സ് അടിക്കാൻ ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോഴാ വലിയ റേറ്റിൻ്റെ ഡ്രസ്സ് എടുക്കണേക്കാട്ടിലൊക്കെ കുറേ കൂടെ എനിക്ക് അങ്ങനെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ സാധനം പെട്ടെന്ന് നാശമാവില്ല, കുറേ നിൽക്കുകയും ചെയ്യും. നമ്മൾ 1500 1000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം, കഴിഞ്ഞ പ്രാവശ്യമല്ല അതിൻ്റെ പിറ്റത്തെ പ്രാവശ്യത്തെ ഓണത്തിനുണ്ടായി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റാം. എടുക്കാം ഇങ്ങനെ നമ്മൾ അടിച്ചടിച്ച് ഒരു ഇതായപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് എടുക്കാം. അന്ന് എന്തോ ഹോസ്പിറ്റൽ കേസ് എന്തോ വയ്യായൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു. പിന്നെ ആ പിറ്റത്തെ കൊല്ലം ഓണം വരുവോളം അതിൻ്റെ കേടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇടുമ്പോഴേക്കും അതങ്ങോട്ട് നാശമായി പോവുകയും ചെയ്യും. 1500 രൂപ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഇടങ്ങേറാം. ഇതാവുമ്പോൾ ഈ തുണി ഇതിൻ്റെ അതേപോലെ വേറെ സെയിം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വിഷുവിനോ തോന്നണോ മിക്ക മോളും കൂടെ ഒരുപോലെ അടിച്ചാൽ ഞങ്ങൾ ആ സമയത്ത് വന്നതാ. ആ സമയത്ത് പിന്നെ ഇങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫ്രോക്ക് പോലെ. അപ്പം അങ്ങനെ അടിച്ചിട്ട് ഒരുപോലെ അങ്ങനെ അടിച്ചിട്ടിടും. അല്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യാറാണ് മിക്കതും നമ്മൾ. ഇത് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം അങ്ങനെ മഞ്ഞപ്പൊടിയിൽ ഇരിക്കട്ടെ. ബാക്കി പരിപാടി നമുക്ക് നോക്കാം. നമുക്ക് മീൻ വറുക്കാൻ വേണ്ടി വയ്ക്കാം, മോരുകറി സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ശരിയായിക്കോളും. ഇത്തിരി നേരം മഞ്ഞപ്പൊടിയിൽ വെച്ചിരിക്കട്ടെ. അത് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ടെൻഷനായി ഈ സാധനം. പുറത്തുനിന്ന് വാങ്ങണ കൊണ്ടാണ് പ്രത്യേകിച്ചും. പുറത്തുനിന്നാണെങ്കിലും മറ്റേതാണെങ്കിലും ഈ കൂണൊന്നും അധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ, ഇങ്ങനെ ഇരുന്ന് കാത്ത് വെച്ച് കുറേ ദിവസം ഒന്നും ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ. അത് കാരണം മഞ്ഞപ്പൊടി ഒരുപാട് നല്ലോണം ഇട്ടിട്ടുണ്ട്. ചട്ടിക്ക് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതാവുമ്പോഴേക്കും മോരുകറിയുടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൂടെ റെഡിയാക്കാം. അത്രയേ ഉള്ളൂ. പൊതിച്ചോറാണെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാം കേട്ടോ. തേങ്ങ ചമ്മന്തിയും കൂടെ അരയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. വേപ്പിലിട്ടു. കുഞ്ഞ് ചൂര, അതിൽ ഒരെണ്ണം കൊട്ടയായിരുന്നു. അത് ഞാൻ കളഞ്ഞിട്ട് പൂച്ചയ്ക്ക് കൊടുത്തു. ഒട്ടും എടുക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. ചൂര ഇവിടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ള മീനേക്കാളും ഒന്നും കൂടെ ഇഷ്ടം ഈ ചൂരയാണ്. പക്ഷെ അത് കുഞ്ഞാപ്പിയാണെങ്കിൽ കൂടെ കേടാ. നല്ലോണം മീനുണ്ടായിരുന്നു. പിന്നെ നല്ലത് അതിന്ന് കുറച്ച് നല്ലത് നോക്കിയിട്ട് ഞാൻ എടുക്കുക ചെയ്തു. അപ്പം അങ്ങനെ ആവട്ടെ കേട്ടോ. നമുക്ക് മോരുകറിക്ക് സെറ്റ് ചെയ്യാൻ അരക്കട്ടെ. മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഇങ്ങനെ 1 മുറി 2 മുറിയൊക്കെ ആയിട്ട് ഒരു നാളികേരമൊക്കെ ഇട്ട് ചിരകി എക്സ്ട്രാ വെക്കും കേട്ടോ. പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ദിടി പിടിച്ചിട്ട് അത് നാളികേരം ചിരകാൻ വേണ്ടി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മോരുകറിക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. ഞാൻ 1 മുറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, കുരുമുളക് പൊടി ആണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 കുരുമുളക്, ഒരു 8-10 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, കാക്ക കല്യാണ ഭയങ്കര കാക്കയുടെ സൗണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് ഫൈനായിട്ട് അരയ്ക്കുക. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കണ്ട. ഇതിനകത്ത് നമ്മൾ തൈര്, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തൈര്, മോര് ഇതിലേക്ക് തൈരാട്ടോ, കട്ട തൈര്. ആ വെള്ളത്തിന് പകരം അത് ഒഴിച്ചിട്ട് അരയ്ക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. മോരുകറിയുടെ അരപ്പ് റെഡി ആയിട്ടോ. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്.
ഞാൻ മീനെ പ്രതി മാറ്റി ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോരുകറി ഒരു രക്ഷയില്ല, അടിപൊളിയാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് കഷ്ണങ്ങളും കുമ്പളങ്ങയോ ചേനയോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഈ അരപ്പ് റെഡിയാക്കിയിട്ട് നമ്മൾ മോരുകറിക്ക് എങ്ങനെയാണോ താളിപ്പ് റെഡിയാക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. കടുക് ഇട്ട് കൊടുത്തു, ഇത്തിരി ഉലുവിടുക. ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ ഒരു 2-3 വറ്റൽമുളക് പൊട്ടിക്കാം. വറ്റൽമുളകും പൊട്ടിച്ചു, വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ഇത് കേട് വരില്ല, നാളേക്കൊക്കെ അടിപൊളിയായിട്ടിരിക്കും. പെട്ടെന്ന് റെഡിയാക്കാനും നല്ലതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് തിള വരരുത്, അങ്ങോട്ട് ഒന്ന് ചൂടായാൽ മതി. അരിക്കുന്ന തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ചട്ടിയിലുള്ള ആ ചൂട് മാത്രം മതി, തിള വരരുത്. തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും, ടേസ്റ്റും മാറും. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേക്കന്നെ കറി റെഡി, സെറ്റായി. മോരുകറിയുടെ കഷ്ണം വേവണ്ട, വറുത്ത മീനും ഇത് മതി. കഷ്ണം അരിയണ്ട, അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ആ ടൈം കൊണ്ട് നമുക്ക് നാളികേരം ചിരകി ഈ സംഭവങ്ങളൊക്കെ ഈ കടുക് വറുത്തിട്ടാൽ മതി. ഇനി ഇതൊന്നും ആ ചട്ടിയിലത്തെ ചൂടന്നെ അതിനകത്ത് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീൻ ഫ്രൈ ആവട്ടെ. ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനി വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നുണ്ടല്ലോ. ഉപ്പ് നല്ലോണം ഉണ്ട്. BP കുറവാകുമ്പോൾ ഡോക്ടർ പറയണത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നാരങ്ങ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ക്ഷീണത്തിനും നല്ലതാണ്, BP-യുടെ പ്രശ്നത്തിനും. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുക, നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുക. ഇനി കുറയുക ചെയ്യാൻ എനിക്ക്. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ക്ഷീണം അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങൾ വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അതൊരു വിഷയം ഇല്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഇതൊന്നും കുടിക്കട്ടെ കേട്ടോ. നമുക്ക് ഉറക്കം ശരിയാവണമെങ്കിൽ, ഫുഡ് റെഡിയാക്കില്ലെങ്കിലൊക്കെ ഇത് വരും അത്രയും. ഉറക്കം ശരിയാവാന്ന് പറഞ്ഞാൽ ഷാജേട്ടൻ വരാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ആവും. 12:30 1 മണി ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഉറക്കം വരണ സമയത്ത് ഉറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഷാജേട്ടൻ വരും. അപ്പോൾ ഡോറ് തുറന്ന് ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ കിടക്കുമ്പോഴേക്കും എൻ്റെ ഉറക്കം പോകും. പിന്നെ എനിക്ക് ഉറക്കം കിട്ടാൻ പുലർച്ച സമയത്താണ്. പിന്നെ അപ്പോഴേക്കും അത് കഴിഞ്ഞാൽ പിന്നെ നീക്കാറുമായി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഷാജേട്ടന് പോകാനുള്ളതും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ പരിപാടിക്കൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും 4 മണി 3:30 4 മണിയാവും. അപ്പോഴും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉറക്കം ബാലൻസ് ആവാത്തതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഞാൻ അപ്പം ഇന്നലെ നമ്മൾ ബ്ലോഗിൽ പറഞ്ഞു ലച്ചും പൂജട്ടിക്കും കൂടെ കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കിടന്ന ഉറക്കം വരില്ല. ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഉറക്കം വരില്ല. ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങാനായിട്ട് പറ്റൂല. അങ്ങനെ അറിയില്ലേ. ഇനി നമുക്ക് കൂടലിക്കുള്ള ഒരു 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് മീനിൻ്റെ കൂടെ ചതച്ച് വെച്ചതുണ്ടായിരുന്നു, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളി അരിയാണ്ട് അത് നമുക്ക് ആ സംഭവത്തിൽ ഇട്ടിട്ടൊന്ന് കറക്കാം. 2 മതി. പിന്നെ തക്കാളി 2 പച്ചമുളകും കൂടെ അരിയണം. ആ പരിപാടി ഞാൻ കൂടെ അത്രയും മഞ്ഞപ്പൊടിയിൽ കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയോടെ തന്നെ കൊണ്ട് വയ്ക്കാം. ഇവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടന്നാക്കി എന്തോ ഒരു സുഖമല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല റെഡിയാക്കട്ടെ കേട്ടോ. മിക്സർ ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് കൂൺ റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീനായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടിക്ക് നിൽക്കാം. അപ്പോൾ ഈ പരിപാടി ഇത് പരിപാടിയാണ്. അപ്പുറത്തെ ഭാഗം ഫ്രീ ആകുമ്പോഴേക്കും നമുക്ക് സവാള കട്ട് ചെയ്ത് അരിഞ്ഞ് റോസ്റ്റിന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മറന്നു ഞാൻ. ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു സംഭവത്തിന് പോകും, ഓർമ്മ അപ്പം ഉണ്ടാവും. പിന്നെ അതിന് പോണ സമയത്ത് എടുക്കാൻ പോകും, അല്ലെങ്കിൽ അത് വെച്ചത് എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ആവും. കുറച്ച് നേരത്തിന് അത് എന്താണെന്ന് കിട്ടില്ല, അങ്ങനെ നിൽക്കും കുറച്ച് നേരം. അന്നം കൊണ്ടല്ല അതെ. അതുപോലെ ഇതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സവാള എടുക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ഷീണൊരു സൗണ്ട് അധികം കേട്ട്. ഭയങ്കര കാര്യമൊന്നുമില്ല, കറക്റ്റാ. 2 സവാള കേട്ടോ, അത്ര മതി. നമുക്ക് കുറച്ച് കൂണല്ലേ ഉള്ളൂ. അപ്പം ഇത് ഒന്ന് നുറുക്കി ഇതിലിട്ട് കൊടുക്കാം.
ചോപ്പർ വാങ്ങണം എന്ന് വിചാരിക്കും. പക്ഷെ ഇതിനെ കൊണ്ട് കാര്യം നടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യമില്ലാച്ചിട്ട് അടപ്പില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ഇതാണ് സൂപ്പറാ. ഇന്ത്യയിലുള്ള ചോപ്പറൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുന്ന ചോപ്പർ ഉണ്ടാവില്ലേ, അത് പെട്ടെന്ന് അതിന്റെ ഇതങ്ങോട്ട് പൊട്ടും. 2-3-4 അങ്ങനെ നാശമായി. അപ്പൊ പിന്നെ വാങ്ങാൻ മെനക്കെടുമില്ല. സെറ്റാക്കേ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമ്മുടെ കൂണ് കൊണ്ടുവന്ന ഒരു കൂണ് ഇരിക്കണേ ആ ഒരു സാധനം കേട്ടോ. നമ്മൾ കൂണ് ഇതിലായിരുന്നു ഇരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് കളയില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കമ്മലോ സ്റ്റഡോ അല്ലെങ്കിൽ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തേക്കും. ഇല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ഇത് ഇഷ്ടം, അങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങൾ ഇഷ്ടം. ഇത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഒന്നുമില്ല, ബലമൊന്നുമില്ല, വലിയ നമുക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞു സ്റ്റെഡൊക്കെ ഇട്ടേക്കാം. അങ്ങനത്തെ ഒക്കെ സാധനത്തിൽ ഞാൻ സ്റ്റെഡൊക്കെ ഇട്ട് വയ്ക്കാം അവിടെ. അല്ലാതെ വേറെ പാത്രങ്ങൾ അടച്ച് പാത്രമൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനുള്ള പാത്രങ്ങളും ഉണ്ടാവലില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു രസം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കും. ചട്ടി വെച്ച് ചൂടായി കേട്ടോ. ഞാൻ ആ ചട്ടി നമ്മുടെ മാറ്റി ഇതെടുത്തു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇനി അരിഞ്ഞു വെച്ച സവാള ചൂടായി. ഒന്നാവട്ടെ, വാടട്ടെ. നല്ലോണം ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുറയ്ക്കാം. ഒരു തുറച്ചിട്ട് ഇവിടെയൊക്കെ വെള്ളം ഇതൊക്കെ ഉണ്ട്. ഒരു സമാധാനം. ഞാനത് മാക്സിമം പെട്ടെന്ന് അധികം ചെയ്യാതെ നോക്കൂട്ടോ. പൂജുട്ടിയൊക്കെ ഇങ്ങനെ കളിയാക്കണ കൊണ്ട് എപ്പോഴും ഇങ്ങനെ തുറക്കാന്ന്. പക്ഷെ എനിക്കത് കുറേയൊക്കെ കുറഞ്ഞു. പിന്നെ ഇപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ മാറ്റാൻ പറ്റും. അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യും. അത് ചെയ്യാതിരിക്കുമ്പോൾ എന്തോ ഒരു സൗകര്യം കേടാ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടെ ചതച്ചതാ, അത് വെട്ടുള്ളൂ. പെരുംജീരകം പറഞ്ഞ പോലെ ഞാൻ തീർന്നിട്ട് ഇന്നിപ്പോ വാങ്ങാൻ വിട്ടിട്ടുണ്ട് കടയിൽ പോയപ്പോ. ഇനി നമ്മളിനി പോകുമ്പോൾ മേടിക്കാം. ഞാൻ പെട്ടെന്ന് സംസാരിക്കൂട്ടോ. എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ നിർത്തി സംസാരിക്കുമ്പോൾ പാടാ. അപ്പൊ പൂജിട്ട് പറയും ഇങ്ങനെ പെടാൻ സംസാരിച്ച് അവർക്ക് മനസ്സിലാവും. നമ്മളൊന്ന് സ്ലോ ആക്കി പറയും. എനിക്ക് സ്ലോ ആക്കിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റെക്ക് വരും. ചില സ്ഥലത്തൊക്കെ എനിക്കങ്ങനെ സ്റ്റെക്ക് വരാറുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഞാൻ പിന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആലോചിച്ച് മെല്ലെ അങ്ങനെ ഞാൻ പറയില്ല. ഇത് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അവള് പറയുമ്പോൾ എനിക്ക് തോന്നും അയ്യോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഞാനിത് ഇങ്ങനെ കലകലാന്ന് പറഞ്ഞുകൊണ്ട് പോയി. സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സംഭവം അങ്ങനെ സ്പീഡിൽ എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റ സ്പീഡിൽ ഒറ്റ ഇതിൽ അതങ്ങോട്ട് തീർത്ത് പോണതാണ് ഇഷ്ടം. അപ്പൊ അവളിങ്ങനെ പറയുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് ഞാൻ അങ്ങനെ സ്പീഡിൽ അപ്പൊ അങ്ങനെ കിട്ടില്ലേ സംസാരിക്കുമ്പോൾ സ്റ്റെക്ക് വരും. ഇങ്ങനെ നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ പറയണ പോലെ സാധാ എനിക്ക് ആ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഞാൻ സ്പീഡിൽ സംസാരിക്കണ ഒരാൾ പിന്നെ ഒന്ന് മെല്ലെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് പറയാൻ കിട്ടില്ല. അങ്ങനെ പ്രശ്നം ചില വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദൈവം ഞാൻ എന്തത് സ്റ്റെക്കായി നിൽക്കണം അല്ലെങ്കിൽ പറയാൻ കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ അവള് ചിലപ്പോൾ എന്നോട് അവളാണ് വീഡിയോ എടുക്കണമെങ്കിൽ സ്ലോ ആക്കാൻ പറയും. ആ സ്ലോ ആക്കാൻ പറയുമ്പോൾ എൻ്റെ ഒക്കെ പോകും. എനിക്ക് സ്ലോവിൽ സംസാരിക്കുക, സ്ലോവിൽ ആടി പണിയുക, ഇതൊന്നും എനിക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു വലിയ തക്കാളി, ഒരു പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ ആവട്ടെ. എന്നിട്ട് നമുക്ക് എന്താക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലൂടെ കുടിക്കാം. മീൻ ഫ്രൈ റെഡി ആയിട്ടോ. ഇത് നമുക്ക് പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ചട്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇടാം. ഇതാട്ടോ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡിയായി. നല്ല പറ്റി വരണ്ടിരിക്കുന്നുണ്ട്, സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ, പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഒരു 2 മുട്ടയും വെള്ളുള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിരി കൂടിപ്പോയി ഞാൻ ഒഴിച്ചത്. നിങ്ങളൊന്നും ഇത്ര ഒഴിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണേ കൊണ്ട് എനിക്കത് ഞാൻ ഇതിലാണ് നോക്കിയത്, അതിൽ ശ്രദ്ധിച്ചില്ല. അപ്പം ഇത്തിരി കൂടി. ഇനി അത് റെഡി ആവട്ടെ ഒരു ഭാഗം. ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറച്ചിടാം. ഓക്കെ, അത് സെറ്റായി. നമുക്ക് ഇതൊരു 4 പീസാക്കാം കേട്ടോ. 4 പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെയുള്ള ഷാജൻ്റെ കൂടെയുള്ള പൊതിച്ചോറ് നമുക്ക് കെട്ടി വയ്ക്കാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് 4 പീസാക്കി. ഇത് റെഡി. ഇനി നമുക്ക് വാഴയിലയും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ഞാനത് കഴുകി തുടച്ച് വെച്ചാ കേട്ടോ. ഇന്നലെ കണ്ണൻകുട്ടി മഴയത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വൃത്തിയുടെ കാര്യമൊന്നുമില്ല. അപ്പം തന്നെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വാട്ടിയെടുക്കട്ടെ. ഈ പൊതിച്ചോറിൽ ഇനി ചമ്മന്തി ഇല്ലെങ്കിലും ഓംലേറ്റും ചമ്മന്തി മസ്റ്റാണ്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാളിയും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടാം. നമുക്ക് കിട്ടാനില്ല. നമ്മുടെ അടുത്താണെങ്കിൽ ഇപ്പോൾ അമ്മ ആണെങ്കിൽ കൊടുത്തണ്ണ അയക്കാറ്. അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇടാൻ ആളില്ല. തെങ്ങുമ്പോൾ തേങ്ങയൊക്കെ കുറവാണ്. ഇടുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നല്ല വിലയാണ്. ഞാനിപ്പോൾ അന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ 2 വാങ്ങിയിട്ട് 1 മുറി ഇട്ടേ ഉള്ളൂ. ഇനി അത് വെച്ച് ഞാൻ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നാളേക്ക് എന്തൊക്കെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അപ്പം ഉള്ളത് കൂട്ടിയിട്ട് മതി. ഇപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിൽ പൊതിച്ചോറ് തന്നെയല്ലേ. നമുക്ക് കൂടെ അതിൻ്റെ ആവിയിൽ ഈ വഴറ്റി വാട്ടിയ ഇലയിൽ ഈ ചോറൊക്കെ പൊതിഞ്ഞ് കഴിക്കുന്നത് അത് വേറെ ടേസ്റ്റ്. അപ്പോൾ പിന്നെ നമുക്കിന്ന് ചമ്മന്തി സ്കിപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ സാധനങ്ങളും കൂടെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം കേട്ടോ. കാരണം കുട്ടിക്ക് നല്ല ഇഷ്ടമാവും. ഇന്നലെ ചെയ്ത് തരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ കളി കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും ഒരു നേരമായി. പിന്നെ ഇന്നലെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും അവനെ അറിയും ഇന്ന് എന്തായാലും ഞാൻ ചെയ്തേക്കുന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടം ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ടാണ്. ചോറ് വാരി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി കളിക്കാൻ വേണ്ടിയിട്ട് പോകും. പൂജിട്ടിക്കാണ് പിന്നെ ചോറിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത. എന്നാലും കഴിക്കില്ല എന്നല്ല കേട്ടോ, ഒരു മാർഗമില്ലെങ്കിൽ അതും കഴിക്കും. പക്ഷെ അവൾക്ക് താല്പര്യം ചോറിനോട് വലിയൊരു ഇതില്ല. ബാക്കി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെ കോഴിക്കോടും ഇഷ്ടം. പിന്നെ എന്നും നമുക്ക് പൊരിക്കടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് സെറ്റായി. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? പൊതിച്ചോറ് കെട്ടാം. ചോറിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ. ഇത് കണ്ണൻകുട്ടിക്കും പൂജിട്ടിക്കും കൂടെ ഉള്ള. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൂണ് റോസ്റ്റ്, 2 കഷ്ണം മീന്, 3 കഷ്ണം ഇങ്ങോട്ടെ, ഒരു 2 കഷ്ണം ഓംലെറ്റ്, ഒരു ലേശം അവിയലുണ്ട് കേട്ടോ, നമ്മുടെ തലേദിവസത്തെ അത് ഇട്ടെടുത്തു. എന്നിട്ട് മോര് കറിയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് പൊതിയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. ഇത് നമുക്ക് പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. അവർ വരുന്ന വരെ ആദ്യം വാഴയില വെച്ച് പൊതി. ഓക്കെ, ഒരാളുടെ സെറ്റായി. അടുത്തും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒരെണ്ണം റെഡിയായി. ഷാജേട്ടന് പൊതിച്ചോറ് വേണ്ടാത്ര ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പം എന്താക്കാം, എനിക്കുള്ളത് റെഡിയാക്കാം. മുട്ട വെച്ചു, കൂണ് വെച്ചു, 2 കഷ്ണം മീനും, നമ്മുടെ അവിയൽ, കറി. ഞാൻ അപ്പം തന്നെ ഒന്നും കഴിക്കില്ല കേട്ടോ. അതൊരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഞാൻ വയ്ക്കും. എന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ,
ഇത് വയ്ക്കാം. അപ്പോൾ ഇനി പൊതിച്ചോറ് കഴിക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പൊതിച്ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയി. പിള്ളേരുടെ അവിടെ ഉണ്ട്, ഷജേട്ടൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. നല്ല സ്മെല്ലൊക്കെ ഇതാട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റാണ്. പൊതിച്ചോറിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വേറെ ഒരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.